Stories of marketing in touch with positive people. പവർ ഓഫ് റീറ്റെയിലറിന്റെ 38ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പിനെ എ ക്ലാസ്സിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവരുടെയും സ്വപ്നമാണ്, എല്ലാ റീറ്റെയിലേഴ്സിൻ്റെയും സ്വപ്നമാണ് എൻ്റെ ഷോപ്പ് വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ അനവധി കൈകാര്യം ചെയ്യണം, 1, 2, 3 നിലകളിലേക്ക് മാറണം. അങ്ങനെ മാറുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു എ ക്ലാസ് ഷോപ്പിലേക്ക് കൺവേർഷൻ ചെയ്യുമ്പോൾ, മാറുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ ചെറുതായിട്ട് കണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്തൊക്കെയാണ്? ഒരു പർച്ചേസ് നടത്തുമ്പോൾ സെല്ലർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസറിലാണ്. ഒരു റീറ്റെയിലർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അയാൾ പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ്. എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു? ക്യാഷ് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുന്നു, മറ്റുള്ള സ്കീം ഓഫറുകളിൽ പർച്ചേസ് ചെയ്യുന്നു, ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്നു. ഇത് ഈ 3 രീതിയിൽ പർച്ചേസ് ചെയ്യുമ്പോഴും കൂടുതൽ പേയ്മെന്റ് ക്യാഷ് കയ്യിൽ കരുതേണ്ടതുണ്ട്. കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഈ റീറ്റെയിലർ ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഈ കമ്പനിക്കാരായാലും അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ പൈസ കൊടുക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് ഡീല് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ്? നമ്മൾ പൈസ റെഡി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ ബ്രാൻഡുകള് നിങ്ങളെ തേടി വരാൻ തുടങ്ങും. നിങ്ങൾ എന്ന ഡീലറെ തേടി അങ്ങനെയുള്ള കമ്പനിക്കാർ, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടർ, എ ഗ്രേഡ് ഉള്ള ആളുകൾ വരാൻ തുടങ്ങും. എന്തുകൊണ്ട് വരാൻ തുടങ്ങുന്നു? ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ഉറപ്പായിട്ട് തുറന്നു പറയട്ടെ, പൈസ കൃത്യമായിട്ട് കിട്ടാതെ ഒരു കമ്പനിക്കോ ഒരു ഡീലർക്കോ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കോ മുന്നോട്ടുള്ള യാത്ര സുഖകരമായിരിക്കില്ല, വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ കച്ചവടം നടന്നില്ലെങ്കിലും വിൽക്കുന്ന സാധനത്തിന് പൈസ വാങ്ങിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നവും. കൊണ്ടുപോയാൽ പിന്നെ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി ഫോൺ ചെയ്ത് നമുക്ക് ഹെഡേക്ക് ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ എടുത്ത് ഒരു എ ക്ലാസ് കൗണ്ടറിലേക്ക് മാറുന്നവർ ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്ന കാര്യത്തിൽ അടിയുറച്ചുകൊണ്ട് റെഡി ക്യാഷിന് മാത്രമേ പ്രോഡക്റ്റ് വിൽക്കാവൂ. അങ്ങനെയുള്ള പ്രോഡക്റ്റ്, അത്രയും പ്രോഡക്റ്റ് എടുത്തു വെച്ചാൽ മതി. റെഡി ക്യാഷിന് മാത്രം പ്രോഡക്റ്റ് വിൽക്കുക, റെഡി ക്യാഷ് പേയ്മെന്റ് അല്ലാതെ ഒരു പ്രോഡക്റ്റ് വിൽക്കാതിരിക്കുക. അങ്ങനെ വിൽക്കുമ്പോൾ ഒരു കാര്യം എന്താണ് വരുന്നത്? നിങ്ങൾ റെഡി പേയ്മെന്റിന് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്ന ആ ജനക്കൂട്ടം, ഒരു റെഡി ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ അതുപോലുള്ള കൂടുതൽ ബ്രാൻഡുകൾ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൽ വയ്ക്കാൻ പറ്റും. അതൊക്കെയാണ് ഒരു എ ക്ലാസ് റീറ്റെയിലിലേക്ക് കുതിക്കുന്ന കാര്യം. കാരണം നിങ്ങളുടെ കസ്റ്റമർ, റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? അവരെ ഡീൽ ചെയ്യുന്ന കമ്പനിക്കാർ, ഡിസ്ട്രിബ്യൂട്ടർ. അവർക്കൊക്കെ പൈസ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവും. നിങ്ങൾക്ക് എന്തുമാത്രം പ്രോഡക്റ്റ് വേണമെങ്കിലും തരാൻ തയ്യാറാവും. അടുത്ത് വേറെ സമീപ പ്രദേശങ്ങൾ വേറെ റീറ്റെയിൽ ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തുകൊണ്ടും നിങ്ങളൊരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നവരാണ്, നല്ലപോലെ പേയ്മെന്റ് ചെയ്യുന്നവരാണ്. ഇതിനൊക്കെ തന്നെയാണ് ഏത് കമ്പനിക്കാരും പ്രാധാന്യം കൊടുക്കുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടറും പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. പൈസ കിട്ടാതെ നിവൃത്തിയില്ല. പൈസ റെഡി പേയ്മെന്റ് തരുന്നവരാണ് വളരെ സന്തോഷമായിരിക്കും, വളരെ റെസ്പെക്റ്റ് ആയിരിക്കും. ആ റീറ്റെയിലറോട് ഡീൽ ചെയ്യാൻ കമ്പനിക്കാർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും വളരെ സന്തോഷമായിരിക്കും. അതുകൊണ്ട് പറയാനുള്ളത്, വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കുറച്ച് കൊണ്ടുവന്ന ശേഷം ഒരു എ ക്ലാസ് ഷോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഈ ഒരു സിസ്റ്റം ആദ്യം നടപ്പാലാക്കുക എന്നുള്ളത് തന്നെയാണ്. എ ക്ലാസ് ഷോപ്പിലേക്ക് കൺവേർഷൻ നടത്തുന്നതിന് ക്വാളിറ്റിയും ഗുണനിലവാരവുമുള്ള പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും ഗുണനിലവാരമുള്ള പ്രോഡക്റ്റും ബ്രാൻഡഡ് പ്രോഡക്റ്റും ഡീൽ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വലിയ ഷോറൂം ആയിരിക്കും എ ക്ലാസ് ഷോപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു റാക്ക് തിരിച്ച് ഓരോ സെക്ഷനും തിരിച്ച് വയ്ക്കാൻ സാധിക്കണം. ആ ബ്രാൻഡുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് ഓരോ ബ്രാൻഡ് നെയിം അവിടെ നമുക്ക് എല്ലാവർക്കും ഷോ ചെയ്യാൻ പറ്റണം, ഏത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ലൈറ്റിംഗ്, ആ ബ്രാൻഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെറിയ ലൈറ്റിംഗ് കൊടുക്കണം. പിന്നെ നമുക്കറിയാം AC ഷോറൂമുകളായിരിക്കും. അതെല്ലാം തന്നെ വളരെ വൃത്തിയും ലെജിബിലിറ്റിയുള്ള വളരെ നീറ്റായിട്ടും
അതുപോലെ കസ്റ്റമർ സപ്പോർട്ടും റിലേഷനും ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ജനസമൂഹം തന്നെയായിരിക്കും എ ക്ലാസ് കൗണ്ടറുകൾ ഡീൽ ചെയ്യുന്നവർ. ഇതുപോലെ എ ക്ലാസ് ഷോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുവിധം അടുത്തുള്ള നിങ്ങളുടെ സമീപത്തുള്ള റീറ്റെയിൽ ഷോപ്പുകളിൽ കിട്ടാത്ത പ്രോഡക്റ്റ് വരെ ഈ എ ക്ലാസ് കൗണ്ടറിൽ ഉണ്ടായിരിക്കണം. എല്ലാ പ്രോഡക്റ്റും അതിനെക്കുറിച്ച് പഠിക്കണം, റിസർച്ച് നടത്തണം, സ്റ്റഡി നടത്തണം. ഏതൊക്കെ കസ്റ്റമേഴ്സ് എന്തൊക്കെ ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ എടുത്തു വച്ച ശേഷം അതിൻ്റെ കൃത്യമായ ഒരു എ ക്ലാസ് ഷോപ്പ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഒരു 10-35ഓളം സ്റ്റാഫുകൾ തന്നെ വരും. അപ്പോൾ ആ ഒരു മീറ്റിംഗ് ചേരുമ്പോൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് ചേരുമ്പോൾ എൻക്വയറി എന്തൊക്കെ പ്രോഡക്റ്റുകൾക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ആ പ്രോഡക്റ്റ് എടുത്തു വച്ച് വിൽക്കാൻ തയ്യാറാകുമ്പോൾ ആ കസ്റ്റമർ അതിനുശേഷം അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ പല പ്രോഡക്റ്റും കാണാനിടയാവും. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസിങ് പവർ അദ്ദേഹത്തിന് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ എല്ലാം ഒരു കുട കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാം ഒരു ഷോപ്പിൽ കിട്ടുകയാണെങ്കിൽ, കാറിൽ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ, ഒരു ഫാമിലി വരികയാണെങ്കിൽ വേറെ 4 ഷോപ്പിലേക്ക് കയറി ഇറങ്ങേണ്ട, നല്ലൊരു പ്രൈസിങ്ങിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എല്ലാം പർച്ചേസ് ചെയ്ത് പോകാൻ സാധിക്കും. ഈ ടൈം മാനേജ്മെന്റിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഓഫറുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പ്രൈസിങ്ങിലൊക്കെ കുറവ് കിട്ടുകയാണെങ്കിൽ, കാരണം ഈ എ ക്ലാസ് ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ബൾക്ക് പർച്ചേസ് നടത്തുന്നതുകൊണ്ട് കൂടുതൽ ഓഫറും ഡിസ്കൗണ്ടൊക്കെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഓഫറും ഡിസ്കൗണ്ട് മാത്രമല്ല, വേറെ ഒരു ഗിഫ്റ്റുകളോ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ കസ്റ്റമർ കൂടുതൽ ഹാപ്പിയാവും. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും ഈ വിസിറ്റ് ചെയ്തവർ പിന്നെയും നിങ്ങളുടെ ഷോപ്പിലേക്ക് തന്നെ വിസിറ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടെ ബിസിനസ് കൂടുന്നത്. അതുപോലെ നല്ല കസ്റ്റമർ റിലേഷൻ, നല്ല കസ്റ്റമർ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം, കസ്റ്റമറോട് നല്ലതായിട്ട് പെരുമാറാൻ സാധിക്കണം, നല്ല ഒരു സ്മൈല് കൊടുക്കാൻ പറ്റണം. അതുപോലെ ഒരു എ ക്ലാസ് കൗണ്ടറിലേക്ക് കൺവേർഷൻ നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോളജ് കൊടുക്കുക. എന്തിനെക്കുറിച്ചുള്ള നോളജ്? പ്രോഡക്റ്റ് നോളജ്. അവിടെ ഏതൊക്കെ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്, പിന്നെ ആ ഷോപ്പിന്റെ ബ്രാൻഡ് ഒന്നുകൂടി അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ലോക്കൽ TV ചാനൽ ഉണ്ടെങ്കിൽ അതിലൂടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം പേജസ്, FB പേജസ് ഒക്കെ ഉപയോഗിച്ച് ചെറിയ ആഡുകൾ പ്രൊമോട്ട് ചെയ്യുക. ടാർഗറ്റഡ് ഓഡിയൻസ് ആരൊക്കെയാണ്, ആ ലോക്കൽ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയിച്ചു കൊണ്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുക. സ്പെഷ്യൽ ഓഫറുകളൊക്കെ കൊടുത്ത് കസ്റ്റമേഴ്സിനെ കൂടുതൽ ആ ഷോപ്പിലേക്ക് വാക്കിംഗ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എ ക്ലാസ് ഷോപ്പിൽ ഉറപ്പായിട്ടും റെസ്പോൺസുകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അത് ഡെലിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റീസ്, മാനേജേഴ്സ് ഉണ്ടാകും ഓരോ ഡിപ്പാർട്ട്മെന്റിന്. ഇപ്പോൾ ഹോം അപ്ലയൻസിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാം, പൈപ്പ് ഫിറ്റിങ്സിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാം, ഇലക്ട്രിക്കലിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാം, ലൈറ്റിങ്ങിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാം, അതുപോലെ ബാത്ത് ഫിറ്റിങ്സിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാം. ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ റെസ്പോൺസുകൾ ഏറ്റെടുക്കുകയും അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്തെങ്കിലും പ്രോബ്ലം പറയുമ്പോൾ അത് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. അവരുടെ ഒപ്പം നിൽക്കുന്ന സ്റ്റാഫുകൾ ഒരു പ്രോബ്ലം വന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ പ്രോബ്ലം സോൾവിലൂടെ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഫുള്ളായിട്ട് കിട്ടുമ്പോൾ അവർ ഹാപ്പി ആയിട്ട് ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കും. അപ്പോൾ ഹാപ്പി കസ്റ്റമേഴ്സിനെ ഒരു എ ക്ലാസ് ഷോപ്പിന് കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയണം. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സ് ആ ഷോപ്പിലേക്ക് ഓടിയെത്തും. എന്തുകൊണ്ട് ഓടിയെത്തുന്നു? നല്ല കസ്റ്റമർ സപ്പോർട്ടാണ്. അത് മെയിലായാലും ഫീമെയിലായാലും നല്ലപോലെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, നല്ല ഓഫർ റേറ്റിൽ അവർക്ക് കിട്ടുന്നു, അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നു, വരുന്നവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അവരുടെ ഒരു കസ്റ്റമർ വാക്കിംഗ് ചെയ്യാൻ വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ കാണിച്ചു കൊടുക്കുന്നു. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ വിവിധങ്ങളായ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നു. വാക്കിംഗ് ചെയ്യുന്ന കസ്റ്റമറെ കൊണ്ട്
പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നു. അതിനൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആളുകൾ ഒപ്പം നിൽക്കുന്നു, അവരെ ടേബിളിലേക്ക് ഇരുത്തുന്നു, അതിൻ്റെ ബ്രോഷർ എടുത്ത് നിവർത്തി വയ്ക്കുന്നു, ബ്രോഷറിലെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പറയുന്നു, പ്രൈസ് പറയുന്നു, ഈ റേഞ്ച് അല്ലെങ്കിൽ വേറെ റേഞ്ചിലേക്ക് നമുക്ക് പോകാമെന്ന് പറയുന്നു, ആ സെക്ഷനിലേക്ക് ആളെ വിടുന്നു, അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ഈ കസ്റ്റമർ ഈ നമ്മുടെ ഷോപ്പിൽ നിന്നും പോകാതെ മാക്സിമം അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യിപ്പിച്ച് അവരെ അയക്കുക എന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഒരു എ ക്ലാസ് ഷോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരാൾ കൂടി ആ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. ആ ഷോപ്പിന്റെ മാനേജിങ് പാർട്ണർ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ ആ ഷോപ്പിനകത്തൊരു ക്യാബിനിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അപ്പം തന്നെ ഫൈനൽ ഒരു പ്രൈസിങ്ങിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയായിട്ട് സഡനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു പ്രശ്നങ്ങൾ വന്നാലോ സഡനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാൻ കഴിയണം. ആരുടെ പ്രോബ്ലം? കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം ഒരു എ ക്ലാസ് ഷോപ്പിന്റെ ഓണർക്ക്. ഓൾ ദ ബെസ്റ്റ്.